അമരവിള നീറക്കത്തല ദേവീക്ഷേത്രത്തിന് സമീപമുള്ള റെയിൽവേ പാളത്തിലൂടെയുള്ള ജനങ്ങളുടെ ഭീതി നിറഞ്ഞ യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപകട വാർത്തകൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ ഇതിലെ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ഏറെ ആശങ്കയോടെയാണ്. തങ്ങളുടെ ദുരിതയാത്ര അവസാനിക്കണമെങ്കിൽ അധികൃതർ കനിയണമെന്ന് നാട്ടുകാർ പറയുന്നു. അമരവിള നീറകത്തല ദേവീക്ഷേത്രത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് ഇന്നും അവഗണന തുടരുകയാണ്. 1978 കന്യാകുമാരി റെയിൽപാത വരുന്നതിനു മുൻപ് തന്നെ രണ്ട് ഭാഗത്തും റോഡുണ്ടായിരുന്നു. കൊല്ലയിൽ പഞ്ചായത്തിലെ നടൂർക്കൊല്ല പെരുമ്പോട്ടുകോണം വാർഡിലെ ജനങ്ങൾക്ക് ദേശീയപാതയിൽ എത്തുവാനുള്ള ഏക മാർഗം ഈ വഴി മാത്രമാണ്. ഈ റെയിൽവേ ലൈനിന്റെ ഭാഗം എന്ന് പറയുന്ന 3 പ്രദേശങ്ങളുടെ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇതുവഴി യാത്ര ചെയ്യും. അത് വാഹനങ്ങളിലുള്ളവർക്ക്, സൈക്കിൾ പോലും ഉള്ളവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം. നമുക്ക് ഇവിടെ ഒരു 3000 പേരോളം താമസിക്കുന്ന ഏരിയയാണ്. നമ്മൾ ഇവിടെ നിന്ന് 1/4 കിലോമീറ്ററുള്ള അമരവിള കയറായി. പക്ഷേ ഞങ്ങൾ വെളിയിൽ വേറെ റോഡ് മാർഗം വരാണെങ്കിൽ 7 കിലോമീറ്റർ ഇറങ്ങിയാലേ അമരവിള എത്താൻ പറ്റൂ. അമരവിള പോസ്റ്റ് ഓഫീസുണ്ട്, കാനറ ബാങ്കുണ്ട്, CSI പള്ളിയുടെ അതിനോടനുബന്ധിച്ചുള്ള സ്കൂളുണ്ട്, ഗോപാല മെമ്മോറിയൽ സ്കൂളുണ്ട്, ധനുവച്ചോരം കോളേജുണ്ട്, IT ഉണ്ട്. ഇതിലെല്ലാം പോകണമെങ്കിൽ ഈ 1/4 കിലോമീറ്റർ നമുക്ക് താണ്ടിയാൽ മതി. അതിൻ്റെ വഴി എന്താണ് അധികൃതർ നമുക്ക് ശരിയാക്കി തരണം. ദേശീയപാതയിൽ അമരവിള ഗണപതി കോവിൽ ജംഗ്ഷനിൽ ആരംഭിച്ച് മഞ്ചവിളകം കാരക്കോണം റോഡിൽ അവസാനിക്കുന്ന 4 കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത്. പാത ഇരട്ടിപ്പിക്കുമ്പോൾ മേൽപ്പാലമില്ലാത്തത് കൂടുതൽ അപകടം വരുത്തും. എഴുതുകൊണ്ടൻ കാണി ലെവൽ ക്രോസിനപ്പുറം പാത വളവായതിനാൽ ട്രെയിൻ വരുന്നതറിയാതെ ധാരാളം ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ പാതയുടെ ഇരുവശങ്ങളിലുള്ള റോഡിൽ കൂടി അമരവിള CSI പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേരും, അമരവിള JBS പോകുന്ന പിള്ളേരും, ധനുവച്ചോരം കോളേജിലും IT-യിലും പോകുന്ന പിള്ളേരും ധാരാളം ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചെങ്കൽ UP സ്കൂളിൽ നിന്നുള്ള വണ്ടികൾ ഈ ഇപ്പുറത്ത് വരാൻ നിവർത്തിയില്ലാതെ റെയിൽവേയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് പിള്ളേരെ കയറ്റി കൊണ്ടുപോകുന്നു. ഇപ്പുറത്ത് ഒരുപാട് ഏലായിൽ കൃഷി കാര്യങ്ങളുണ്ട്. അതിലേക്ക് വിത്തും വളങ്ങളും കൊണ്ടുവരുന്നതിന് വളരെ പ്രയാസമുണ്ട്. ഇങ്ങനെ ഒരു പാലം വരായിരുന്നാൽ ഡബിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ദൈനംദിനം 1000-ൽ പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. നീറകത്തല ദേവീക്ഷേത്രം, സെന്റ് ആന്റണി പള്ളി, JBS സ്കൂൾ, LMS സ്കൂൾ, കൊല്ലയിൽ വില്ലേജ് ഓഫീസ്, ബാങ്കുകൾ, അമരവിള പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിടത്തേക്ക് എത്തുവാൻ ഈ മാർഗം മാത്രമാണുള്ളത്. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.